നിങ്ങൾ അതിഥികളെ സൽക്കരിപ്പിക്കുന്ന ആളാ. ഇതെല്ലാം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. പുസ്തകം വായിച്ച പരിചയമല്ല, വേറൊരാള് പറഞ്ഞു കൊടുക്കുന്ന പരിചയമല്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യം തന്നെ വിശ്വസിച്ചത് മഹദിയായ ഖദീജ ബീബിയ എന്ന് പറഞ്ഞില്ലേ. എന്തോ ഒരു സൗഭാഗ്യമുള്ള ജീവിതം. സുബ്ഹാന ജല്ല ജലാലു. 15 കൊല്ലം കൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ അത്ഭുതകരമായ വിപ്ലവകരമായ ധർമ്മങ്ങൾ, ഇടപെടലുകൾ, പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചതിന്റെ 100 ഉദാഹരണങ്ങൾ. കല്യാണ ദിവസം തന്നെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഓർമ്മയുണ്ട്. 15 കൊല്ലം മുൻപ് കല്യാണം കഴിക്കുമ്പോൾ കല്യാണത്തിൽ പ്രൗഢിയുള്ള പന്തൽ ഖദീജ ബീബിന്റെ വീട്ടിലാണ് കല്യാണമുള്ളത്. ഭർത്താവായി ഇഷ്ടപ്പെട്ട അൽ അമീനെ കിട്ടുകയാണ്. സന്തോഷത്തിൽ ഖദീജവിന്റെ വലിയ സമ്പത്തുള്ള ആള്, നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ആളുകൾക്ക്. ധാരാളം വിഐപികളും വിവിഐപികളും സാധാരണക്കാരുമുണ്ട്. ഖുതുബ നിർവഹിക്കുന്നത് അബൂ ത്വാലിബാണ്. കല്യാണത്തിന് നേതൃത്വം നൽകി വലിയായി കെട്ടിച്ചു കൊടുക്കുന്നത് എളാപ്പയായ ഖദീജവിന്റെ എളാപ്പയായ അംറു ഇബ്നു അസദ് എന്ന ആളാണ്. കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് തങ്ങൾ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഹംസയുണ്ട്, അബ്ബാസ് ഉണ്ട് റളിയല്ലാഹു അൻഹുമാ. മറ്റൊരു ഭാഗത്ത് അബൂ ത്വാലിബ് ഉണ്ട്, അബൂ ലഹബ് ഉണ്ട്, വിവിഐപികളും സാധാരണക്കാരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ തങ്ങൾ ഇങ്ങനെ പുതിയാപ്പിളയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് പന്തലിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലൂടെ ഒരു പ്രായമുള്ള പെണ്ണുങ്ങൾ നടന്നു വരുന്നത്. കീറിപ്പാറിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കാലിൽ ചെരുപ്പില്ലാത്തതിനാൽ എവിടെയോ കല്ല് കയറിയിട്ട് രക്തം പൊടിയുന്നുണ്ട്. ഈ വലിയ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് വളഞ്ഞൊട്ടിയ പെണ്ണുങ്ങൾ വന്നപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ആരും പരിഗണിക്കാതിരുന്നപ്പോൾ ഒന്ന് പരിഭ്രമിച്ചു പോയി. അങ്ങോട്ടിങ്ങോട്ടും നോക്കുകയാണ് ആ ഉമ്മ. അപ്പോഴാണ് മണവാളനായി വീട്ടിന്റെ സിറ്റ് ഔട്ടിലിരിക്കുന്ന മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രായമുള്ള പെണ്ണുങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കുന്നത്. എവിടെയോ കണ്ട് മറന്നതുപോലെ പിന്നെയൊന്ന് നോക്കിയപ്പോൾ ഓർമ്മ വന്നു. ചാടി എഴുന്നേറ്റു. സുബ്ഹാനല്ലാഹ്, പന്തലിലൂടെ മെല്ലെ ഇറങ്ങി അങ്ങ് നടന്നു. ആളുകളെ ശ്രദ്ധിക്കാതെ നേരെ ഈ പ്രായമുള്ള വിഷണ്ണയായി നിൽക്കുന്ന പ്രായമുള്ള ഉമ്മ, ആ ഉമ്മന്റെ കൈ നേരെ പോയി പിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി വിളിക്കുന്നു, ഉമ്മാ. ചുറ്റുഭാഗത്തുള്ളവർ അത്ഭുതപ്പെടുന്നു. ഈ മണവാളനായ അൽ അമീന്റെ ഉമ്മ 23 കൊല്ലം 19 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ആമിനയാണ്, വഹബിന്റെ മകള്. കല്യാണ സമയത്ത് എവിടെ പെട്ടെന്നൊരു ഉമ്മ വന്നത്, അതൊന്നും തങ്ങൾ ശ്രദ്ധിച്ചില്ല. ഈ പ്രായമുള്ള ഉമ്മന്റെ കയ്യും പിടിച്ച് നേരെ വീട്ടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് ഖദീജ ബീവിനെ വിളിക്കാണ്. ഖദീജ, കല്യാണ ദിവസം നല്ല വസ്ത്രം ധരിച്ച് തോഴിമാർക്കിടയിൽ സന്തോഷം പങ്കിടുന്ന ഖദീജ ബീവി അധികാരത്തോടെ തന്റെ ഭർത്താവ് കല്യാണത്തിന് ശേഷമുള്ള ആദ്യ വിളിയാണ്. ഓടി വന്നിട്ട് മർഹബാ, ഓടി വന്നിട്ട് പറഞ്ഞു ലബ്ബൈക വസഅദൈക, വിളിച്ചു അൽ അമീനെ ഞാൻ വന്നു. അപ്പോഴാണ് ഖദീജ ബീവി നോക്കുന്നത്. അൽ അമീന്റെ കയ്യിലൊരു പ്രായമുള്ള ഉമ്മന്റെ കൈയുണ്ട്. ആരാണ് അൽ അമീനെ? ഉമ്മ. ഖദീജ ബീവിയുടെ ചോദ്യത്തിന് തങ്ങൾ പറയുന്നു, ഖദീജ ആളെ മനസ്സിലായിട്ടില്ല അല്ലേ? ഇല്ല. ഇതാണ് 2 വയസ്സുവരെ എന്നെ മുലയൂട്ടിയ, 4 വയസ്സുവരെ എന്നെ പോറ്റി വളർത്തിയ എന്റെ വളർത്തും ഹലീമത്തുസ് സഅദിയ. സുബ്ഹാന ജല്ല ജലാലു. എന്തൊരു കോലമാണ്. തങ്ങൾ ചോദിക്കുന്നു, ഉമ്മ എന്തൊരവസ്ഥയാണ്. കണ്ണ് കുഴിയിലിറങ്ങിപ്പോയി, കവളൊട്ടിപ്പോയി, പ്രായം ചെന്നുപോയി, അല്ലാഹ് വല്ലാത്ത കോലത്തിലായി പോയി. അപ്പോഴാണ് ഹലീമ ബീവി പറയുന്ന, പൊന്നുമോനെ, ഇപ്പോഴുള്ള അവസ്ഥ പറയാതിരിക്കലാണ് നല്ലത്. ഞാനും എന്റെ പരിസരത്തുള്ള ആളുകളൊക്കെയും ക്ഷാമത്തിലാണ്, കഷ്ടത്തിലാണ്. കൂടുതൽ ക്ഷാമവും പ്രയാസവും എനിക്കാണ്. എന്റെ ഭർത്താവ് ഹാരിസ് നിന്റെ മുലകുടിയിലുള്ള ബാപ്പയല്ലേ മോനെ, രോഗത്തിൽ കിടക്കാണ്. മക്കളൊക്കെയും പ്രയാസത്തിലാണ്. മക്കയിലും ടൗണിലൊക്കെ വന്നു പോകുന്ന ആളുകൾ, വിവരങ്ങളൊക്കെ അറിയുന്ന ആളുകൾ, അവരെന്റെ അടുക്കൽ വന്ന് എന്റെ സങ്കടം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഹലീമ, 10-20 കൊല്ലം മുൻപ് മക്കയിൽ നീ മുല കൊടുത്തു വളർത്തിയ 4 വയസ്സുവരെ പോറ്റിയ ഒരു മോനില്ലേ, അൽ അമീൻ എന്ന് വിളിച്ച് മക്കക്കാര് ബഹുമാനിക്കുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്,
ആ മുഹമ്മദിന്റെ കല്യാണമാണ് ഇന്ന ദിവസം. ഭർത്താവ് ഭാര്യയായി പത്നീപദത്തിൽ കടന്നു വരുന്നത് വലിയ പണക്കാരിയായ മക്കത്തെ പേര് കേട്ട രാജാത്തിയെ പോലുള്ള ഖദീജയാണ്. ഖുവൈലിദിന്റെ മകളാണ്. അവിടെ വലിയ സദ്യയൊക്കെ ഉണ്ട് എന്നാ കേട്ടത്. പോയാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കില്ല. നിങ്ങളെ മുഹമ്മദ് ഒന്ന് പരിഗണിച്ചാൽ നിങ്ങളെ വീട്ടിലേക്കും എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ പറ്റൂല. കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് നിങ്ങൾ പോയി നോക്കൂ എന്ന് പറഞ്ഞപ്പോ പൊന്നുമോനെ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് വന്നത്. കാലിൽ അണിയാൻ ചെരുപ്പില്ലാത്തതിനാൽ ഒരു കല്ല് കയറിയിട്ടാണ് കാല് മുറിഞ്ഞ് രക്തം പൊടിയുന്നത്. ഈ ഭാര്യ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉള്ള ഈ വീട്ടിൽ കല്യാണ സമയത്ത് പ്രച്ഛന്ന വേഷം പോലെ, യാചകയുടെ വേഷം പോലെ ഞാൻ കടന്നു വന്നത്. എന്റെ പൊന്നുമോന് സങ്കടപ്പെടുത്തെങ്കിൽ പറയണം, ഉമ്മ പോകാം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്ന് ആമി ഹലീമ ബീബി മെല്ലെ ഒന്ന് കണ്ണുനീർ അതാ കണ്ണുനീരങ്ങ് വലിഞ്ഞപ്പോ ആമിന ഹലീമ ബീബി റളിയല്ലാഹു അൻഹ ഒന്ന് കരഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന്റെ ആപ്പിൾ പൂ പോലെ മൃദുലമായ കരങ്ങൾ കൊണ്ട് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ കണ്ണീർ തുടച്ചിട്ട് പറയുന്നു, ഉമ്മ അങ്ങനെ പറയരുത്. ഉമ്മാന്റെ മുലപ്പാലിന്റെ അംശമുള്ള രക്തമാണ് എന്റെ ഞരമ്പുകളിലൂടെ ഓടുന്നത്. ഉമ്മ കല്യാണത്തിന് വന്നത് മോന് സന്തോഷമാണ്. ഉമ്മ അങ്ങനെ സങ്കടപ്പെടുത്തുന്ന വർത്തമാനം പറയരുത്. ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ കല്യാണം അറിഞ്ഞിട്ട് ഉമ്മ എത്തിയത് ഏതായാലും സന്തോഷമാണ്. ഉമ്മക്ക് നല്ല വസ്ത്രം ധരിപ്പിക്കും, ഉമ്മക്ക് കുളിക്കാൻ സൗകര്യം കൊടുക്കൂ, ഉമ്മക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കൂ, ഉമ്മക്ക് നല്ലൊരു വസ്ത്രം കൊടുക്കൂ. ഭർത്താവിന്റെ വളർത്തുമ്മയെ കിട്ടിയ സന്തോഷത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ ഹലീമ ബീവിയെയും കൂട്ടി വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. നല്ല ഭക്ഷണം, വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. താൻ കല്യാണത്തിന് വാങ്ങി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ നല്ല ഒരു വസ്ത്രം ഭർത്താവിന്റെ വളർത്തുമ്മക്ക് അണിയിച്ചു കൊടുത്തു. അല്ലാഹ് വിശപ്പ് മാറിയപ്പോൾ കുഴിയിലിറങ്ങിയ കണ്ണുകൾക്കും തുടിപ്പ് വന്നതുപോലെ, ഒട്ടിപ്പോയ കവൾക്കും തുടിപ്പ് വന്നതുപോലെ, ഹലീമ ബീവി ആകെ ഒന്ന് റാഹത്തായതുപോലെ കുറെ സമയം കല്യാണത്തിൽ അങ്ങ് കൂടിയിട്ട് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. പൊന്നുമോനെ തിരിച്ചു പോണല്ലോ, എന്റെ ഭർത്താവ് നിന്റെ വാപ്പയല്ലേ ഹാരിസ്, രോഗത്തിൽ കിടക്കാൻ, നിന്റെ അനുജന്മാർ ഏട്ടന്മാരൊക്കെ അവിടെ സങ്കടത്തിലാണ്. ഒരൽപ്പം ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റുമോ? ഭക്ഷണത്തിന് പറ്റുന്നത് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതീക്ഷയോടെ ഖദീജ ബീവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഖദീജ ബീവിനോട് ചോദിക്കുന്നു, ഖദീജ ഉമ്മ നമുക്ക് നമ്മുടെ കല്യാണത്തിന് വന്ന ഉമ്മയ്ക്ക് കല്യാണ സമ്മാനമായി വല്ലതും കൊടുക്കണ്ടേ ഖദീജ? ഖദീജ ബീബി പറയുന്നു, ഞാൻ എന്ത് പറയാനാണ്, അങ്ങക്ക് ഇഷ്ടമുള്ളത് കൊടുത്തേക്കൂ അൽ അമീൻ. ഇതങ്ങ് ഖദീജ ബീവി ഓപ്പണായി പറഞ്ഞപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സൊന്ന് നൊന്തുപോയോ? തങ്ങളെ മുഖമൊന്ന് ചെറുങ്ങനെ കുനിഞ്ഞു പോയോ? തങ്ങളെ പ്രയാസത്തോടെ ഖദീജ ബീബിനോട് പറയുന്നു, ഖദീജ ഞാനെങ്ങനെ കൊടുക്കാനാണ്, എന്റെ കയ്യിലൊന്നുമില്ല എന്ന് ഖദീജയ്ക്ക് അറിയാലോ, ഞാനെങ്ങനെ കൊടുക്കാനാണ്? സുബ്ഹാന ജല്ല ജലാലു. തങ്ങളെ വാക്കങ്ങ് കേട്ടപ്പോൾ കല്യാണ ദിവസം ഖദീജ ഉമ്മന്റെ തൊണ്ടയൊന്നടറിപ്പോയി, കണ്ണ് നിറഞ്ഞുപോയി. ഖദീജ ബീബി മുത്തായ തങ്ങളോട് പറയുന്ന, അൽ അമീനെ ഇനിമേലിൽ അങ്ങനെ പറയാൻ പാടില്ല, ഞാനൊന്നുമില്ലാത്തവനാണെന്ന് പറയാൻ പാടില്ല. എന്റെ മക്കയിലും പരിസരങ്ങളിലുമുള്ള എന്റെ സാമ്പത്തിക സാമ്രാജ്യമില്ലേ, ഞാൻ എന്റെ ശരീരവും മനസ്സും മാത്രമല്ല എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അങ്ങക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അതിൽ ഇടപാട് നടത്തുമ്പോൾ, ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങയുടെ സമ്മതമില്ലാതെ ഞാൻ ഇടപാട് നടത്തൂല, വാങ്ങൂല, കൊടുക്കൂല, ധർമ്മം ചെയ്യൂല. അതേ സമയത്ത് അങ്ങ് വാങ്ങുമ്പോൾ കൊടുക്കുമ്പോൾ
സ്വതക്ക ചെയ്യുമ്പോ ഞാൻ അറിയേണ്ടതില്ല, എന്നോട് ചോദിക്കേണ്ടതില്ല. ഇനിമേലിൽ ഒന്നുമില്ലാത്തവനാണെന്ന് പറയരുതേ. സൂറത്തിന്റെ സന്തോഷമേ, അങ്ങ് പരമദരിദ്രനായിരുന്നില്ല നബിയേ. അല്ലാഹു അങ്ങയെ ഗനിയാക്കിയില്ലേ? ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതിലൂടെ നല്ലേ പ്രധാനപ്പെട്ട തഫ്സീർ. സുബ്ഹാനല്ലാഹ്, ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ സ്വതക്ക ചെയ്തതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്നാലും ഖദീജ ബീബിനോട് ചോദിക്കുന്ന, ഖദീജ ഉമ്മയ്ക്കൊരു 40 ആടുകളെ കൊടുക്കാമോ നമുക്ക്? ഖദീജ ബീവി പറയുന്ന 40 ആടുകളെ കൃത്യമാക്കണോ? ഒരു ഭാഗം കാണിച്ചിട്ട് പറഞ്ഞ അവിടെ കുറെ ആടുകളുണ്ട്, ആട്ടിൻ പറ്റങ്ങളെ കൊടുക്കാം, ആടിനെ മേയ്ക്കുന്ന ഒരാട്ടിടയനെ കൊടുക്കാം, ആടിനെ പാചകം ചെയ്യുന്ന ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു വേലക്കാരനെ കൂടുതൽ കൊടുക്കാം. നിങ്ങൾക്ക് സന്തോഷമായോ? തങ്ങൾ ചോദിക്കുന്നു, ഖദീജ ഉമ്മാക്ക് കാലിൽ അണിയാൻ ചെരുപ്പില്ലാത്തതിനാൽ കാലിൽ കല്ല് കയറിയിട്ട് രക്തം പൊടിച്ച് വേദനിക്കുന്നുണ്ട്, ഉമ്മക്ക് നടന്നു പോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നമുക്കൊരു വാഹനം ഏർപ്പാടാക്കി കൊടുക്കണ്ടേ? ഖദീജ ബീബിന്റെ ചോദ്യം എന്തൊരു ചോദ്യമാണൽ അമീൻ. അങ്ങല്ലേ പറഞ്ഞത് അങ്ങയുടെ രക്തം ഉമ്മാന്റെ മുലപ്പാലിന്റെ അംശമുള്ളതാണെന്ന്. ഉമ്മാന്റെ ഇസ്സത്ത് മക്കൾക്കും അഭിമാനമല്ലേ? അതുകൊണ്ട് നമ്മുടെ കല്യാണത്തിന് എത്തിയ ഉമ്മയ്ക്ക് മദീനയിലെ മക്കയിലെ ഏറ്റവും വലിയ വിവിഐപികളായ മൾട്ടിമാരുപയോഗിക്കുന്ന മെർസിഡീസ് വാഹനമായ ചുവന്ന ഒട്ടകങ്ങളിൽ ഒരൊട്ടകത്തെ തന്നെ, ഏറ്റവും വിലപിടിപ്പുള്ള ഒരൊട്ടകത്തെ തന്നെ, ചുവന്ന ഒട്ടകത്തെ തന്നെ അവിടുത്തെ ഉമ്മയ്ക്ക് നമ്മുടെ കല്യാണ സമ്മാനമാക്കാം. ഒട്ടകത്തെ ഡ്രൈവ് ചെയ്യാൻ, ഒട്ടകത്തിന്റെ കയറ് പിടിക്കാൻ, കടിഞ്ഞാണ് പിടിക്കാൻ ഒരൊട്ടകക്കാരനെയും കൊടുക്കാം. അങ്ങക്ക് സന്തോഷമായോ? വജുഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി. പ്രഭാതത്തിന്റെ പ്രകാശം തോറ്റുപോകുന്ന മുഖകമലങ്ങളുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ്. അൻത ശംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ ഫൗഖ നൂർ അൻത ഇക്സീറുൻ വഗാലി അൻത മിസ്ബാഹു സുദൂർ. തുറപ്പള്ളിയിലെ സിറാജുൽ ഹുദാ മദ്രസയുടെ മുറ്റത്ത് നിന്ന് ഈ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിന്റെ ഇടയിൽ മുത്തുനബിയിലേക്ക് നല്ല ഖൽബ് തട്ടിയ ഒരു സലാം. തങ്ങൾ സലാം ഒന്ന് സ്വീകരിക്കണം, തങ്ങൾ സലാം ഒന്ന് മടക്കണം, തങ്ങളൊന്ന് ചേർത്ത് പിടിക്കണം. നല്ല ഖൽബ് തട്ടിയ ഒരു സലാം. യാ നബി സലാം അലൈക്കും. ചൊല്ല്, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഒന്ന് പരിഗണിക്കണേ നബിയേ, സലാം ഒന്ന് സ്വീകരിക്കണേ ഹബീബേ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വജ്ഹ് കത്തി കത്തി പ്രകാശിക്കാൻ തുടങ്ങി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീബി ചോദിക്കുന്ന, അമീന് സന്തോഷമായോ? മകന്റെ ഭാര്യയുടെയും സംസാരം കേട്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ. കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്, ഉമ്മ ഇങ്ങനെ കരയുന്നുണ്ട്. ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ഉമ്മ എന്തിനാണ് കരയുന്നത്? പുഞ്ചിരിക്കല്ലേ വേണ്ടത്, സന്തോഷിക്കല്ലേ വേണ്ടത്? ഉമ്മക്ക് സന്തോഷമായോ? ഉമ്മ പറയുന്നു, മോനെ എന്റെ ഖൽബ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, എന്റെ കണ്ണുനീര് തടുത്തു നിർത്താൻ കഴിയുന്നില്ല. ചെറുപ്പത്തിൽ കുറച്ച് കുട്ടികൾക്കൊക്കെ ഞാൻ മുലയൂട്ടിയിരുന്നു. അവരാരും പിൽക്കാലത്ത് കണ്ടാൽ തിരിച്ചറിയാറില്ല, അറിഞ്ഞാൽ അറിഞ്ഞ ഭാവം നടിക്കാറില്ല.
നിനക്ക് ഒലയൂട്ടിയ വകയിൽ ഉപ്പാപ്പയിൽ നിന്ന് ശമ്പളം പറ്റിയവളാണ് ഞാൻ. ഇക്കാലം അത്രയും നീ സാമ്പത്തികമായി സങ്കടത്തിലായിരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് കല്യാണം കഴിയുന്ന ദിവസമാണ് ഭാര്യയിലൂടെ നീ ഒരൽപ്പം റാഹത്താകുന്നത്. അതേ കല്യാണ ദിവസം ഈ കോലം കെട്ട കോലത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ നിനക്കെന്നെ അവഗണിക്കാമായിരുന്നു, അറിയാത്ത ഭാവം നടിക്കാമായിരുന്നു. നിന്റെ ഭാര്യന്റെ മുമ്പെന്ന് ഭാര്യന്റെ വീട്ടുകാർ വിവിഐപികളെ മുമ്പിൽ നിന്ന് പൊന്നുമോ എന്റെ കൈ പിടിച്ചിട്ട് ഉമ്മാന്ന് വിളിച്ചില്ലേ? അല്ലാഹ് ഒരിക്കലും എന്റെ പൊന്നുമോനെ സങ്കടത്തിലാക്കൂല. എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. എന്റെ നാട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുമ്പോ ഏറ്റവും പാവപ്പെട്ടവളായിട്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ എന്റെ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവളാണ്. കാലിലണിയാൻ ചെരുപ്പില്ലാത്തവളാണ്. നല്ല ഒരു വസ്ത്രം ധരിക്കാനില്ലാത്തവളാണ്. ഞാനിങ്ങനെ ഇവിടെ വന്നിട്ട് എന്റെ പൊന്നുമോൻ എന്നെ പരിഗണിച്ച് തിരിച്ച് ഞാൻ പോകുമ്പോ അതാ 10-40 100ഓളം വരുന്ന ആട്ടിൻ പറ്റങ്ങള്, ആട്ടിനെ മേയ്ക്കുന്ന ആട്ടിടയന്, ആടിനെ അറുത്ത് ഭക്ഷണം പാചകം ചെയ്യുന്ന വേലക്കാരൻ കൂടുതലുണ്ട്. അതിന്റെ എല്ലാം പുറമേ വലിയ വലിയ അതിസമ്പന്നരായ കോടീശ്വരന്മാരുപയോഗിക്കുന്ന വലിയ വാഹനമായ വിലപിടിപ്പുള്ള ചുവന്ന ഒട്ടകം. ആ ഒട്ടകക്കട്ടിൽ രാജാത്തിയെ പോലെ ഞാനിരുന്ന് ഒട്ടകക്കാരൻ എന്നെ തെളിച്ചിങ്ങനെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് തസവ്വുറാകുന്നില്ല, എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു 15 കൊല്ലമായി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഈ ധർമ്മത്തിന് സാക്ഷിയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ ഈ നന്മക്ക് നിത്യ സാക്ഷിയാണ്. ഇന്നക ലതസിലു റഹിം വതഹ്മിലുൽ കല്ല വതക്സിമുൽ മഅദൂ. അങ്ങ് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ആളാണ്, കുടുംബ ബന്ധം ചേർക്കുന്ന ആളാ. ലാ യുഖ്സികല്ലാഹു അബദാ. ഒരിക്കലും അങ്ങേ അല്ലാഹ് സങ്കടപ്പെടുത്തൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ.